വഴിയെ പോകുന്ന പട്ടി വന്ന് 4 കുര കുറച്ചിട്ട് പോയെന്ന് കരുതി നിങ്ങളെല്ലാരും എന്തിനാ വെറുതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നേ? ഈ പ്രവീൺ മാധവിനെ പോലുള്ളവര് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ കാണുന്ന U-turn സിഗ്നൽ പോലെയാ. ഒന്ന് കറങ്ങി വരണം, അല്ലാതെ ഇവൻ ഡെഡ് ലൈൻ ഒന്നുമല്ല. ഇങ്ങനെയുള്ളവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കരുത്. എടാ സുദീപേ, സാറേ നീ ആ കേക്ക് എടുത്തോണ്ട് വാ. ആ കൊണ്ടുവരാ സാറേ. മിഥുൻ, നീ കേക്ക് കെട്ടി. സാറേ സാറേ നമസ്കാരം സാറേ. സാറേ, നിങ്ങൾ എത്ര വലിയ സഹായം ചെയ്തതെന്നോ. സാറ് കാരണം ഇന്ന് എന്റെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഞങ്ങളുടെ ജീവിതം സാറ് രക്ഷിച്ചത്. ഈ ജന്മം ഞങ്ങൾ സാറിനെ മറക്കില്ല. മിഥുൻ, ആരാ ഇവരൊക്കെ? എനിക്കിവരെ മനസ്സിലാവുന്നില്ല ഡാഡ്. സാറ് ഞങ്ങളുടെ ദൈവം. വേണ്ട, എനിക്ക് എന്തിനാ രണ്ടുപേരും കൂടെ എന്റെ കാലേ വീഴുന്നേ? ഈ കാലി തൊടുന്ന പോലും പുണ്യാ സാറേ. സാറിനോട് ഞങ്ങൾ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടവരാ. അതിന് ഞാനെന്താ നിങ്ങൾക്ക് ചെയ്തേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. സാറിന്റെ പേരിൽ ഞങ്ങളെ സഹായിച്ച ദേവത ഇവരാണ് സാർ. മാഡം, ഒരുപാട് നന്ദിയുണ്ട് മാഡം. അയ്യോ, ഇതിനെന്തിനു നന്ദിയൊക്കെ? അങ്ങനെ പറയല്ലേ. മാഡം ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മോനോടൊപ്പം ഞങ്ങളും ജീവൻ കളയേണ്ടി വന്നേനെ. ഹായ് മിഥുൻ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. രാമനും സരോജവും അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? കൺമുന്നിലുള്ള ദൈവം ഈ മിഥുൻ സാർ ഇവിടെ നിൽക്കുമ്പോ മറ്റേത് അമ്പലത്തിലേക്കാ ഞങ്ങൾ പോകണ്ടേ? ഞങ്ങളുടെ മോന്റെ ഓപ്പറേഷൻ ചെയ്യാൻ സഹായിച്ചതിന് നന്ദി പറയാൻ വന്നതാ ഡോക്ടറെ. നിങ്ങളെ സഹായിച്ചവരുടെ വീട് അപ്പൊ ഇതായിരുന്നല്ലേ? അതെ സാർ, അവരാ ഞങ്ങളെ സഹായിച്ച്. മിഥുൻ, ഈ പെൺകുട്ടി മിഥുന്റെ ആരാ? അവളെന്റെ വൈഫാണ്. അത് ശരി, ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. യഥാർത്ഥത്തിൽ എന്താ ഡോക്ടർ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞു തരാം. ഇവരുടെ മോന് ഹാർട്ടിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതിനുള്ള കാശൊന്നും ഈ പാവങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോ ഈ മേഘനയാണ് ഇവരുടെ മകന്റെ ഓപ്പറേഷനുള്ള കാശ് അടച്ചത്. എന്റെ ഭർത്താവിന്റെ ജന്മദിനത്തിന് അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു സമ്മാനം വാങ്ങിക്കാൻ ഇറങ്ങിയതാ. എന്തായാലും അദ്ദേഹത്തിന്റെ പിറന്നാളിന് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ഇവര് തന്നെയാ ഓപ്പറേഷന് വേണ്ടിയിരുന്ന പണം മൊത്തം ഹോസ്പിറ്റലിൽ അടച്ചത്.
ഷീസ് റിയലി ഗ്രേറ്റ് മിഥുൻ. പക്ഷെ തന്റെ ഭാര്യയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവരുടെ ആ പ്രവൃത്തി എനിക്ക് വലിയ ഇൻസ്പയറിംഗ് ആയിരുന്നു. അവര് തന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇതിലും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും കൊടുക്കാൻ കഴിയില്ല. രാമൻ പറഞ്ഞത് എല്ലാരും കേട്ട് കാണുമല്ലോ. അമ്പലത്തിൽ പോവാഞ്ഞത് എന്താന്ന് ചോദിച്ചപ്പോ ദൈവം ഇവിടെ നിൽക്കുമ്പോ എന്തിനു അമ്പലത്തിൽ പോണെന്നല്ലേ. തന്നെ തന്റെ ഭാര്യയെ അവരുടെ ജീവിതത്തിലെ ദൈവമാക്കി മാറ്റിയിരിക്കുക. മോളെ മേഘനെ, നിന്നെ കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നാ മോളെ. എല്ലാവരും ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോ ഡ്രസ്സ്, ആഭരണം എന്നൊക്കെയാണ് കരുതുക. പക്ഷെ നീ ചെയ്തതോ മിഥുനെ ഒരാളുടെ ജീവിതത്തിലെ ദൈവമാക്കി. ഏറ്റവും വലിയ ബഹുമതിയല്ലേ നൽകിയത്. മാത്രമല്ല ഒരു പാവം കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. നീ ചെയ്ത ഈ നല്ല കാര്യത്തിന് നിന്നെ എങ്ങനെ അനുമോദിക്കണമെന്ന് എനിക്കറിയില്ല. ജയദേവൻ പറഞ്ഞതിലും കാര്യമുണ്ട് മേഘനെ. ഞങ്ങളൊക്കെ കൊടുത്ത സമ്മാനങ്ങളിൽ അവനൊരു പുതുമയുമില്ല. പക്ഷെ നീ കൊടുത്ത ആ സമ്മാനം ജീവിതകാലത്ത് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ഗിഫ്റ്റ് മേഘനെ. ഞാനിങ്ങനെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തേയില്ല. എത്ര വലിയൊരു പുണ്യം നീ ചെയ്തിരിക്കുന്നേ. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. നിന്നെ ഭാര്യയെ കിട്ടിയതിൽ ഞാനിപ്പോൾ അഭിമാനിക്കാം മേഘനെ. നിങ്ങളുടെ മകന് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ നോക്കിക്കൊള്ളാം. മേഘന മാഡം ആവശ്യത്തിൽ കൂടുതൽ തന്നിട്ടുണ്ട്. മിഥുൻ, കേക്ക് കിട്ടിയേ? കം ഓൺ. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. മിഥുന്റെ അപകടത്തെക്കുറിച്ച് അവനെ അറിയിക്കണം. ഒപ്പം എന്നെ കിഡ്നാപ്പ് ചെയ്തത് മഞ്ജരിയാണെന്നുള്ള സത്യവും അവരെ എല്ലാവരെയും എങ്ങനെയെങ്കിലും അറിയിക്കണം. ഈ ലോകത്ത് ആരും ചെയ്യാത്ത വലിയ കാര്യല്ലേ അവള് ചെയ്തത്. അവളുടെ കാലിപ്പം നിലത്തൊന്നുമല്ല, ആകാശത്ത് പറക്കും അവള്. അവള് കാരണം മിഥുൻ ദൈവമായത്രേ. മിഥുന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം അത്രേ. ശോ, ഒരു ചെറിയ പഴുത് കിട്ടിയാ മതി, മേഘനെ തലേ കയറ്റി വെക്കാൻ എല്ലാവരും റെഡി ആയിരിക്കുക. ചേച്ചേ, മോനെ, അത്യാവശ്യമായിട്ടൊരു ഫോൺ ചെയ്യണം. ആ ഫോണും തരുമോ? ഇതാ വിളിച്ചോളൂ. ഇത് മേഘനയുടെ ഫോണാണല്ലോ.
മോളെ മേഘനെ, ഞാൻ ഭാർഗവ പണിക്കരാ സംസാരിക്കുന്നേ. നിന്നോടും ഇതിനോടും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് മോളെ. ഹലോ ഹലോ ഹലോ. അയ്യോ, ഫോൺ സ്വിച്ച് ഓഫ് ആയതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നാ പിന്നെ നേരെ വീട്ടിലേക്ക് ചെന്നേക്കാം. ഇപ്പോഴാ പണിക്കരിങ്ങോട്ടേക്ക് വന്ന എന്റെ കള്ളി മുഴുവനും വിളിച്ചു താവൂല്ലോ. എന്റെ കള്ളത്തരങ്ങൾ എല്ലാവരും അറിയും. ഞാനാണ് ഭാർഗവ പണിക്കരെ കിഡ്നാപ്പ് ചെയ്തതെന്ന് മിഥുൻ എങ്ങാനും അറിഞ്ഞ പിന്നെ ഒരു ക്ഷണം പോലും മിഥുൻ എന്നെ ഈ വീട്ടിൽ നിർത്തില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മഞ്ജരി, എല്ലാരും അവിടെ നിൽക്കുമ്പോ നീ എന്താ ഇവിടെ? എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? ആന്റി, ആ ഭാർഗവ പണിക്കർ ഇങ്ങോട്ടേക്ക് വരികയാണത്ര. എന്ത്? പണിക്കർ ഇങ്ങോട്ടേക്ക് വരുന്നോ? ആ, അത് നീ എങ്ങനെയാ അറിഞ്ഞ? അതെങ്ങനെയാന്ന് ചോദിച്ചാ ഇത് മേഘനയുടെ ഫോണാണല്ലോ. മോളെ മേഘനെ, ഞാൻ ഭാർഗവ പണിക്കരാ സംസാരിക്കുന്നേ. നിന്നോടും ഇതിനോടും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് മോളെ. മഞ്ജരി, ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കൊട്ടേഷൻ പാർട്ടികളെ ഒന്ന് വിളിച്ചു നോക്ക്. ഓക്കെ ആന്റി. ആ വിഡ്ഢികളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അവരുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വഴിക്ക് വെച്ച് അവന് പിടിച്ചോണ്ടേനെ. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? മോം, മഞ്ജരി എന്താ ഇവിടെ നിൽക്കുന്നേ? വല്യമ്മ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. വന്നേ വന്നേ. ഞങ്ങള് പിന്നെ വന്നോളാം, നീ പോവാൻ നോക്ക്. ഇപ്പൊ വിളിച്ചോണ്ട് വരാനാ പറഞ്ഞേ. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നില്ലല്ലോ, വരാൻ അങ്ങോട്ട് പറഞ്ഞേക്ക്. നീ പോയേ. മഞ്ജരി, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം ഇവിടെ തീരും. നമ്മുടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും എല്ലാം പുറത്താവും. അത് മതി നമ്മൾ ഇവിടെ നാട്ടിൽ പുറത്താക്കാൻ. ഉറപ്പായും നമുക്കിവിടെ നിക്കാക്കളി ഉണ്ടാവില്ല. ആന്റി പറഞ്ഞതൊക്കെ ശരിയാ. ഇനി ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മഞ്ജരി, നീ എന്താ ഇവിടെ? ആ, ചെറിയമ്മയും കൂടെ ഉണ്ടായിരുന്നോ? എല്ലാരും അകത്തിരിക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഇവിടെ പുറത്തു പണി? ഒന്നുമില്ല മിഥുൻ, ജസ്റ്റ് കാറ്റ് കൊള്ളാൻ പോയതാ. ശരി ശരി, എന്നാ വാ. ആ കിളവൻ അവിടെ നീട്ടാ നമ്മൾ പിടിക്കപ്പെടും. ആ റൗഡിയെ വിളിച്ചു വരുത്ത്. ശരി ആന്റി. ഒരു മിനിറ്റ് പറഞ്ഞോ മാഡം. ഇത്ര നേരം എന്താ ഫോൺ എടുക്കാഞ്ഞേ? എവിടെ പോയി ചത്ത് എടുക്കായിരുന്നു എല്ലാവരും? സോറി മാഡം, അത് പിന്നെ സിഗ്നൽ പ്രോബ്ലം ആയിരിക്കും. ശരി പോട്ടെ, പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ പുറകിലത്തെ പറമ്പിൽ ആ പണിക്കൊരു ബോധം കെട്ട് കിടപ്പുണ്ട്. കഴിവതും പെട്ടെന്ന് വന്ന് അവനെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയിക്കോളണം. ആരും കാണാതെ വീണ്ടും തളച്ചിട്.
ഓക്കെ മാഡം. ഡാ പെട്ടെന്ന് വന്നേ. ഹലോ മാഡം, ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. സൂക്ഷിക്കണം. പണിക്കരുടെ ബോധം തെളിയും മുമ്പ് കൊണ്ടുപോയിക്കൊള്ളണം. പോകുന്ന വഴി ആരും കാണാതെ നോക്കുകയും വേണം, കേട്ടല്ലോ? ശരി മാഡം. ഡാ പെട്ടെന്ന് വന്നേ. എടാ, ആ കിളവൻ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഈ പറമ്പിലാണെന്നല്ലേ പറഞ്ഞത്? ഇനി നമ്മൾ കേട്ടതോലം തെറ്റിയതാണോ? ആ, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ആ പെട്ടെന്നാട്ടെ. എന്താടാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്ത് എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അയാൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോവാൻ നോക്ക്. എന്റെ മാഡം, കൊണ്ടുപോകാനായിട്ട് അയാൾ ഇവിടെ എങ്ങനെ ഉണ്ടായിട്ട് വേണ്ടേ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? അയാൾ അവിടെ തന്നെ ഉണ്ടാവണമല്ലോ. സത്യമാണ് മാഡം. വേണമെങ്കിൽ മാഡം ഒന്ന് നോക്കിയേ. ഏയ്, എന്തു പറ്റി മഞ്ജരി? പുറകിലത്തെ പറമ്പിലോ കിളവനില്ല അത്രേ. നമ്മൾ പെട്ടത് തന്നെ. വാ ചെന്ന് നോക്കാം. മാഡം, മാഡം പറഞ്ഞ സ്ഥലം ഇവിടെ തന്നെയല്ലേ? തലയിലടിച്ച് ഇവിടെയാണല്ലോ കൊണ്ടിട്ടെ. അയാൾ എഴുന്നേറ്റ് പോയതാവോ? മിക്കവാറും അയാളുടെ ബോധം തെളിഞ്ഞിട്ടുണ്ടായിരിക്കും. തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അയാൾ അകത്തേക്കല്ലേ വരണ്ടേ? അയാൾക്കറിയാവുന്ന സത്യങ്ങൾ എല്ലാവരുടെ മുൻപിലും വിളിച്ചു പറഞ്ഞേനെ. പിന്നിപ്പോ അയാൾ എങ്ങോട്ടാവും പോയത്? എന്തൊക്കെയാ എന്റെ ഈശ്വര ഇവിടെ നടക്കുന്നത്? സുഖായിരിക്കുന്നോ? സുഖാണോ ചേച്ചി? പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അല്ല, കഴിക്കാൻ വല്ലതും കിട്ടിയോ? മഞ്ജരി എവിടെ പോയതായിരിക്കും? ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയിട്ട് വരുന്നുണ്ടല്ലോ. ഇവിടെ ആരും അറിയാതെ എന്തോ ഒപ്പിക്കുന്നുണ്ടല്ലോ. ഒന്ന് ചെന്ന് നോക്കിയാലോ? എന്നാ ഞാനൊന്ന് പോയിട്ട് വരാം. എടാ, എവിടെ പോയി കിടക്കാടാ? നിങ്ങൾ ലേറ്റായ ആ പണിക്കര ബോധം തെളിയും. നിങ്ങൾ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അയാൾ കണ്ണു തുറന്ന അത് മതി. വീടിന്റെ പിന്നാമ്പുറത്തെ പറമ്പിലേക്ക് വാ. അവിടെയാണ് ആ പണിക്കൊരു ബോധം ഇല്ലാണ്ട് കിടക്കുന്നത്. പറഞ്ഞേട്ടല്ലോ. വന്ന് കയറിയതും പുറകിലേക്ക് പോയാ മതി. അപ്പോ പണിക്കിരങ്ങുന്ന് ഇങ്ങോട്ട് വന്നപ്പോ മഞ്ജരി വീണ്ടും അദ്ദേഹത്തെ അപകടപ്പെടുത്തിയതായിരിക്കും. പണിക്കിരങ്ങുന്നേ, പണിക്കിരങ്ങുന്നേ, കണ്ണു തുറക്ക്. ഹലോ മേഘന മാഡം. ഹലോ ജനാർദ്ദനൻ സാറേ. പണിക്കർ അദ്ദേഹം കണ്ണു തുറക്കാതെ മഞ്ജരി അടക്കാൻ കഴിയില്ല. ഈ വീട്ടിലുള്ളവരുടെ കണ്ണ് തുറപ്പിക്കാനും കഴിയില്ല. മഹാദേവ, പണിക്കർ അദ്ദേഹത്തിന് എത്രയും വേഗം ഓർമ്മ തിരിച്ചു നൽകണേ.
മാഡം മാഡം പറഞ്ഞ സ്ഥലം ഇവിടെ തന്നെയല്ലേ? ആ പണിക്കർ എവിടെ പോയി തൊലഞ്ഞു കാണും? അവിടെ കിടക്കേണ്ടതല്ലേ? ഭഗവാനെ, അയാൾ ഇനി എങ്ങനെ തിരിച്ചു വന്ന അരുണിമേക്ഷയെ കണ്ട സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ പിന്നെ ഒരു ക്ഷണം അവൾ എന്നെ വീട്ടിൽ നിർത്തില്ല. ദ്രോഹി എന്ന് മുദ്ര കുത്തി എന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കും. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? മഞ്ജരി, ഭാർഗവ പണിക്കരുടെ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ? ആന്റി വിഷമിക്കാതിരിക്കെ. ഈ പെൻഡ്രൈവില് വീട്ടിലെ CCTV ക്യാമറ ഫുട്ടേജ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്താ പണിക്കർക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ പറ്റും. ഇതെന്തുകൊണ്ടാ എനിക്ക് നേരത്തെ തോന്നാഞ്ഞ്? എന്നാ ശരി, പെട്ടെന്ന് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യും. എനിക്ക് ആദ്യം തൊട്ടേ സംശയം ഉണ്ടായിരുന്നു മഞ്ജരി. പണിക്കരെ കാണാതായതിന് പുറകിൽ മേഘനയാണെന്ന് എനിക്ക് തോന്നിയതാ. കണ്ടില്ലേ, ഇപ്പൊ അത് തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോ അയാളെ തല്ലി ബോധം കെടുത്തി അവിടെ കൊണ്ട് ഇട്ടത് നമ്മളാണെന്ന് ആ മേഘന അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാ ഇപ്പൊ എന്റെ പേടി. അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടാവേണ്ട കാര്യം എന്താ? അതിനേക്കാൾ മുമ്പ് മറ്റൊരു ഡൗട്ടും കൂടിയുണ്ട്. എന്താ അത്? മേഘന ഭാർഗവ പണിക്കരുടെ കാര്യം അരുണിമാന്റിയോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മുടെ വീട്ടുമുറ്റത്ത് ഭാർഗവ പണിക്കര് ബോധം കെട്ടുകിടന്നത് എന്തുകൊണ്ടാണെന്ന് ആ ഒരു സംശയം മേഘനയുടെ മനസ്സിലും തോന്നേണ്ടല്ലേ? ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ടാവും. സോ അവൾക്ക് സംശയം തോന്നിയിട്ടും അവൾ ആരോടും ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങളും മേഘന അറിഞ്ഞിരിക്കുന്നു. ശരിയാണ് മഞ്ജരി, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവൾ എന്തുകൊണ്ടായിരിക്കും ആരോടൊന്നും പറയാണ്ടിരിക്കുന്നത്? മഞ്ജരി, എനിക്കറിയാം നീ കാരണമാണ് പണിക്കരങ്ങുന്നിന് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ആരോട് പറഞ്ഞാലും ആ പഴി എന്റെ നേരെ തന്നെ തിരിഞ്ഞു വരും. ആരും എന്നെ വിശ്വസിക്കില്ല. തെളിവുകളും മാത്രമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ടാണ് പണിക്കർ അദ്ദേഹത്തെ വീണ്ടും ഒരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചത്. എന്തായാലും എന്താ, ഭാർഗവ പണിക്കർ ഇപ്പോ മേഘനയുടെ പാളയത്തിലുണ്ട്. ഏത് നിമിഷവും അവൾ അയാളെ പുറത്തു കൊണ്ടുവരും. നമ്മുടെ ചരിത്രം മറ്റുള്ളവരുടെ മുമ്പിൽ വിളമ്പുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാ ഈ നന്ദൻ ഫാമിലിയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ പേര് എന്നേക്കുമായി നീക്കം ചെയ്യാൻ മാത്രമല്ല, ദ്രോഹി എന്ന് മുദ്ര കുത്തി പുസ്തകം ഇറക്കാൻ പോലും മടിക്കില്ല. മഞ്ജരി, നിന്റെ ചതിയും വഞ്ചനയും ക്രൂരതകളും പുറത്തുള്ളവരെ അറിയിക്കാൻ ഇനി അധികം വൈകേണ്ടി വരില്ല. പണിക്കർ അദ്ദേഹത്തിന്റെ ബോധം തെളിഞ്ഞു കഴിഞ്ഞാ നിന്റെ സിനിമ ക്ഷണം ഞാൻ റിലീസ് ചെയ്യും. പിന്നീട് നന്ദൻ കുടുംബത്തിന്റെ കഥയിൽ നിനക്ക് യാതൊരു കഥാപാത്രം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു ദുരവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം ആ പണിക്കർ എവിടെയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ആദ്യം ആ വീഡിയോയിൽ കാണുന്നവനെ നമ്മൾ പിടികൂടണം.